ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 24. അനുഗ്രഹീത പതിവ്. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും. സഭാപ്രസംഗി 2-ാം അധ്യായം 25-ാം വാക്യം. രാവിലെ തീവണ്ടിയിലേക്ക് ഒഴുകിയെത്തുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ തിങ്കളാഴ്ച നിരാശ കടന്നു പിടിച്ചതായി എനിക്ക് തോന്നി. തിരക്കേറിയ ക്യാബിനിലുള്ളവരുടെ ഉറക്കം തൂങ്ങിയ മുഖങ്ങളിൽ നിന്ന് ആരും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുമായിരുന്നു. ചിലർ സീറ്റിനായി തിരക്ക് കൂട്ടുകയും കൂടുതൽ പേർ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് മുഖം ചുളിച്ചു. ഇതാ ഞങ്ങൾ വീണ്ടും പോകുന്നു, ഓഫീസിലെ മറ്റൊരു മുഷിപ്പൻ ദിനം. അപ്പോൾ 1 വർഷം മുമ്പ് ട്രെയിനുകൾ ശൂന്യമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം COVID-19 ലോക്ക്ഡൗൺ ഞങ്ങളുടെ ദൈനംദിന ദിനചര്യകളെ താറുമാറാക്കിയിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പോകാൻ കഴിഞ്ഞില്ല. ചിലർക്ക് ഓഫീസിൽ പോകുവാൻ മുടങ്ങി. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് സാധാരണ നിലയിലായി. പലരും ജോലിയിലേക്ക് മടങ്ങുകയായിരുന്നു. പതിവ് നല്ല വാർത്തയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ബോറടിക്കുന്നത് ഒരു അനുഗ്രഹമായിരുന്നു. ദൈനംദിന അധ്വാനത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് ചിന്തിച്ചതിനു ശേഷം ശലോമോൻ രാജാവ് സമാനമായ ഒരു നിഗമനത്തിലെത്തി. ചില സമയങ്ങളിൽ അത് അനന്തവും അർത്ഥരഹിതവും പ്രതിഫലം നൽകാത്തതുമായി കാണപ്പെട്ടു. എന്നാൽ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ജോലി ചെയ്യാനും കഴിയുന്നത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണെന്ന് അവൻ മനസ്സിലാക്കി. നമുക്ക് ദിനചര്യകൾ ഇല്ലാതാകുമ്പോഴാണ് ഈ ലളിതമായ പ്രവർത്തനങ്ങൾ ഒരു ആഡംബരമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഭക്ഷിക്കാനും കുടിക്കാനും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും സംതൃപ്തി കണ്ടെത്താനും കഴിയുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. കാരണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ചിന്തിക്കുക, നിങ്ങൾ ഇന്ന് എന്ത് ലളിതമായ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? ആവശ്യമുള്ള അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലളിതമായ ദിനചര്യകൾ ആസ്വദിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന് മഹത്വം.